നമസ്കാരം. നമ്മുടെ പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയിലിടയിൽ ഉണ്ടായ ഒരു സംഭവത്തെപ്പറ്റി സോഷ്യൽ മീഡിയയിൽ അതിശക്തമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട്. അതേപ്പറ്റി കാര്യമായിട്ട് എന്നാൽ ഒരു ഉത്തരം ഇതുവരെയും ഭരണ സംവിധാനം പുറത്തേക്ക് വിട്ടിട്ടുമില്ല. അതായത് സത്യപ്രതിജ്ഞയുടെ അന്ന് അവിടെ VIP ഗാലറിയിലേക്ക് VIP പാസുമായിട്ട് ഒരു സ്ത്രീ കടന്നു ചെന്ന ഒരു സംഭവമാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റവും കൂടുതൽ ആഹ്ലാദിച്ചിട്ടുള്ള ഒരു ദിവസമാണ് സത്യപ്രതിജ്ഞാ ദിവസം എന്ന് പറയുന്നത്. അന്നത്തെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലെ ജനത്തിരക്കും അവിടെ നടന്ന സംഭവങ്ങളും എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി നേരിട്ടും അല്ലാത്തവർ TV-യിലൂടെ സോഷ്യൽ മീഡിയയിലൊക്കെ ലൈവായിട്ട് അത് വീക്ഷിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ നടന്നിരിക്കുന്നത്. അത് ഒരു തിരക്കും എല്ലാവരുടെ ആഹ്ലാദ ആരവങ്ങളും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് പോലും, അതായത് പ്രധാനപ്പെട്ട അനേകം വ്യക്തികളിൽ പലർക്കും ഇവിടെ പ്രധാനപ്പെട്ട സ്റ്റേജിലേക്ക് കടന്നു പോലും ചെല്ലാൻ സാധിക്കാതിരുന്ന സാഹചര്യത്തിൽ, കാരണം ഈ Z+ പ്രൊട്ടക്ഷൻ കാറ്റഗറിയിൽപ്പെട്ട ഒട്ടനവധി നേതാക്കൾ നമുക്കറിയാം. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ, അതിനേക്കാളെല്ലാം ഉപരി നിയുക്ത മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ, അതുപോലെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ഗവർണർ, മറ്റൊരു മുഖ്യമന്ത്രിയായ ആന്ധ്ര മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, അതുപോലെ കർണാടകത്തിൻ്റെ ഉപമുഖ്യമന്ത്രി ആയിട്ടുള്ള വ്യക്തി, അങ്ങനെ ഒട്ടനവധി നേതാക്കൾ Z+ കാറ്റഗറിയിൽപ്പെട്ട ഏകദേശം 7-8 പേരോളം തന്നെ Z+ പ്രൊട്ടക്ഷൻ കാറ്റഗറിയിൽപ്പെട്ടവർ തന്നെ ഉണ്ട്. അതല്ലാതെ ഏറ്റവും ഈ രാഷ്ട്രീയത്തിലെ പൊതുമണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനേകം വ്യക്തിത്വങ്ങൾ ഉള്ള ആ പ്രധാനപ്പെട്ട സ്റ്റേജിലേക്ക് പോലും കൂടെ ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പല വ്യക്തികൾക്ക് പോലും കടന്നു ചെല്ലാൻ പറ്റാത്ത അത്ര തിരക്കുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് യാതൊരുവിധ ബന്ധങ്ങളോ യാതൊരുവിധ പരിഗണനയോ ഇല്ലാത്ത ഒരു സ്ത്രീ അവിടെ കടന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ അത് പൊതുസമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. ആ ചർച്ച ചെയ്യുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം കൂടെ ഉണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സത്യപ്രതിജ്ഞ ദിവസം എന്ന് പറയുന്നത് April 18 April 21 എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷി ദിനം, ഓർമ്മ ദിനം കൂടിയാണ്. 35ാം രക്തസാക്ഷി ഓർമ്മ ദിനം കൂടിയായിരുന്നു. നമുക്കറിയാവുന്നതാണ്, 1991 May 21 തമിഴ്നാടിൻ്റെ തെക്കൻ ജില്ലയായ ശ്രീപെരുമ്പത്തൂരിൽ വെച്ച് തമിഴ് പുലികളിലെ അവിടെയും ഇതുപോലെ തന്നെ ഒരു സ്ത്രീ, ഒരു യുവതി, ഒരു പൂമാലയും കൊണ്ട് വന്ന് അദ്ദേഹത്തിന് ഹാരാർപ്പണം ചെയ്യുന്ന ആ ഒരൊറ്റ നിമിഷത്തിൽ പൊട്ടിച്ചിതറി തെറിച്ച് ഇല്ലാതെയാവുകയാണ് ചെയ്തത്. നമ്മുടെ ഇന്ത്യ കണ്ട ഏറ്റവും മഹാനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി, അതോടൊപ്പം തന്നെ കുറേയധികം ആളുകളും ആ ഒരു നിമിഷത്തിൽ ഇല്ലാതായ ഒരു സംഭവം നമുക്കറിയാവുന്നതാണ്. അതിൻ്റെ ഓർമ്മ ദിനത്തിൻ്റെ 2 ദിവസം മുമ്പാണ് ഈ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു മഹാസംഭവം നടക്കുമ്പോൾ ഇത്രയും ഗൗരവമുള്ള, അതായത് Z+ കാറ്റഗറി പ്രൊട്ടക്ഷനിൽ ഉൾപ്പെട്ട ഏകദേശം 7-8ഓളം വ്യക്തികളുള്ള ഒരു സ്റ്റേജിലേക്ക് യാതൊരുവിധ പ്രാധാന്യവും ഇല്ലാത്ത ഒരു സ്ത്രീ കടന്നു ചെന്നത്, ആ സ്ത്രീ എങ്ങനെ അവിടെ കടന്നു വന്നു, ആ സ്ത്രീ ആരാണ് ആ സ്ത്രീക്ക് അവിടെ ഈ VIP പാസ് നൽകി അവരെ അവിടെ കടത്തി വിട്ടത് എന്നുള്ള ഒരു ചർച്ച ഈ പൊതുസമൂഹത്തിൽ ഉയർന്നു നിൽക്കുമ്പോൾ അതിന് ഇതുവരെയും വ്യക്തമായൊരു മറുപടി ഇത് ഭരണ സംവിധാനത്തിൽ കയറിയവർ പോലും നൽകിയിട്ടില്ല എന്നുള്ളത് നമ്മളിവിടെ എടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പൊതുസമൂഹം. നമുക്കറിയാം, ഈ മന്ത്രിസഭനെ അവിടെ അധികാരത്തിലേക്ക് കയറ്റിയത് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ മാത്രമല്ല, ഇവിടുത്തെ UDF പാർട്ടികളുടെ അണികൾ മാത്രമല്ല, ഇതൊന്നും അല്ലാത്ത കുറേയധികം നിഷ്പക്ഷരായിട്ടുള്ള ജനങ്ങളും, അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിൽ നിന്നുകൊണ്ട് പോലും, അത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ തന്നെ അത് പല ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അതായത് ഇടതുപക്ഷത്തുള്ള ഈ പിണറായിസ്റ്റ് ഭരണകൂടത്തിനോട് എതിർപ്പുള്ള അനേകം ഇടതുപക്ഷക്കാരായിട്ടുള്ള ആളുകൾ പോലും വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വന്നിരിക്കുന്നതുകൊണ്ടാണ് ഈ 102 സീറ്റോട് കൂടി ഇപ്പോൾ ഈ UDF മന്ത്രിസഭ അധികാരമേറ്റിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സ്ത്രീ അവിടെ കടന്നു വന്നത് അത് ആരുടെ ഒത്താശയോടുകൂടിയാണ്, എങ്ങനെയാണ് അവിടെ അങ്ങനെ കടന്നു വന്നത് എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഭരണകൂടം പൊതുസമൂഹത്തിനെ അറിയിക്കാൻ ബാധ്യതയുണ്ട്.
പക്ഷെ അത് ഇതുവരെയും ചെയ്തിട്ടില്ല. അതിനേക്കാളെല്ലാം ഉപരി ആ സ്ത്രീ ഇപ്പോൾ ഫേസ്ബുക്കിൽ കൂടെ പോസ്റ്റ് എടുത്തിരിക്കുന്നത് ഇവിടെ ഓരോ കോൺഗ്രസ് പ്രവർത്തകരെയും ഇതിനകത്ത് വോട്ട് ചെയ്ത ആൾക്കാരുടെ വളരെ താറടിച്ച്, അല്ലെങ്കിൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പല്ലളിച്ച് കാണിക്കുന്നു എന്നുള്ള രീതിയിൽ, കൊഞ്ഞനും കുത്തി കാണിക്കുന്നു എന്ന രീതിയിൽ ഓരോ പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, അവർ ഓരോ നേതാക്കന്മാരുടെ ഒപ്പം സെൽഫി എടുത്ത പോസ്റ്റുകൾ അവരിട്ടുകൊണ്ട് വീണ്ടും വീണ്ടും കളിയാക്കിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ യുവ നേതാക്കളെ അവിടെയാണ് നമ്മൾ എടുത്തു കാണേണ്ടത്. നമുക്കറിയാം ഈ പ്രാവശ്യത്തെ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ കഠിനാധ്വാനം ചെയ്തിരിക്കുന്നത് UDFിൻ്റെ യുവ നേതാക്കളാണ്. മുതിർന്ന നേതാക്കൾക്ക് സ്വാഭാവികമായിട്ട് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളും അത്തരം കാര്യങ്ങളിൽ അവർക്ക് അത്ര ആക്റ്റീവ് ആവാൻ സാധിക്കില്ല. അത് നമുക്ക് ഏത് പാർട്ടിയിലാണെങ്കിലും എവിടെയാണെങ്കിലും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ യുവ നേതാക്കളെ തീരെ താറടിച്ച് വളരെ മ്ലേച്ഛമായിട്ട് വെറും കുറുക്കന്മാരെന്നും അല്ലെങ്കിൽ കോഴികളെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചുകൊണ്ട് ഇങ്ങനെയൊരു സ്ത്രീ ഈ നിരന്തരം പോസ്റ്റിട്ട് ഇപ്പോഴും കളിയാക്കിക്കൊണ്ടിരിക്കുന്നു. മറ്റൊരു രീതിയിൽ അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഒരാൾ എൻ്റെ സ്വന്തം അച്ഛൻ്റെ പാർട്ടി ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാനസ അച്ഛൻ്റെ പാർട്ടി കോൺഗ്രസ് പാർട്ടി, അങ്ങനെയൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ടേക്കുന്നു. എന്ത് എത്ര അപഹാസ്യമാണെന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കണം. അതിനു മുമ്പ് ആ സ്ത്രീ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നു, തിരുവനന്തപുരത്തെ ശ്രീ അനന്ത പത്മനാഭന് പകരം വെറും ഒരു പത്മനാഭൻ്റെ മണ്ണിൽ ഇനി എൻ്റെ ശ്രീ പത്മനാഭനെ വാഴുകയുള്ളൂ. അതായത് മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗുരുവായൂരപ്പനോട് പറയുന്നത് പോലെ, ഗുരുവായൂരപ്പ ഇനി ഗുരുവായൂരപ്പൻ അവിടെ ഇരിക്കണ്ട, അല്ലെങ്കിൽ ഇനി ഗുരുവായൂരപ്പൻ്റെ സ്ഥാനത്ത് എൻ്റെ മറ്റൊരു ശ്രീ ഗുരുവായൂരപ്പനാണ് അവിടെ വരാൻ പോകുന്നത് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള, അതായത് അത്ര നികൃഷ്ടമായ രീതിയിൽ അങ്ങനെയൊക്കെ പോസ്റ്റ് ഇടുകയും ഈ രീതിയിലൊക്കെ പ്രകോപിപ്പിക്കുകയും ചെയ്യുന്ന ആ സ്ത്രീയുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് പൊതുസമൂഹം വളരെ ഗൗരവത്തോടു കൂടി തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഇതുവരെയും ഇവിടുത്തെ പുതിയ ഭരണകൂടം പോലും കൂടെ ഒരു ഉത്തരം നൽകിയിട്ടില്ല. എന്താണെങ്കിലും ശരി, ഇത് ഇനിയെങ്കിലും ഇവിടുത്തെ ഇൻ്റലിജൻസ് വിഭാഗം അല്ലെങ്കിൽ പോലീസ് വിഭാഗമെങ്കിലും ഈ കാര്യത്തിനകത്ത് വളരെ ഗൗരവത്തോടു കൂടി ഇത് കാണേണ്ടതുണ്ട്. ആ സ്ത്രീ അവിടെ എങ്ങനെ കടന്നുകൂടി, അവർക്കവിടെ എന്താണ് റോള്, അവർ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണ്, അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കാരിനെ ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന സർക്കാരിനെ രൂപീകരിച്ചിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് എതിരെ അതിശക്തമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ് എന്നുള്ളതും കൂടെ ഇവിടെ ഏറ്റവും കൂടുതൽ ഗൗരവത്തിൽ കാണേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറേ കൂടി ഈ പൊതുസമൂഹത്തിൻ്റെ ഈ ഒരു ആവശ്യം അത് വളരെ ഗൗരവത്തിൽ കണ്ട് അതിൻ്റെ ഒരു മറുപടി പൊതുസമൂഹത്തിലേക്ക് നൽകേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.